2025 കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വിഷമിക്കുമ്പോൾ തന്നെ കൂടെ ഇരുന്ന് തിന്നുകൊണ്ട് ഭയങ്കര ബോണ്ട പോലെയായിരുന്നു. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇടവേളകൾ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ആസ്വദിക്കാറുണ്ട്. പിന്നെ ഈ ചിരിക്കുന്ന ചിരിയൊക്കെ വീഡിയോക്ക് വേണ്ടി മാത്രമുള്ള ചിരിയാണ്. പുതിയ കേട്ടുകെട്ടുകളോ ആരെയും പുതിയതായിട്ടുള്ള ഫ്രണ്ട്സിനോ ഒന്നും വേണ്ടെന്ന് 2025 ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ 2024 കുറച്ച് നായിൻ്റെ മക്കളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒഴിവാക്കി. ആരെവിടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതാ നമ്മുടെ പാരൻസ് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചത് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് എൻ്റെ തടിയൊക്കെ കുറയ്ക്കാമെന്ന്. ജിമ്മാരായതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമല്ലല്ലോ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പഠിച്ചു. ഒറ്റ വർഷത്തിൽ ഇതെൻ്റെ 3ാമത്തെ ജോലിയാണ്. ആരും ഇറക്കി വിട്ടതല്ല. നിന്ന സ്ഥലത്ത് നിന്നും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് സന്തോഷം തരാത്ത ഒരു കാര്യങ്ങൾക്കും നമ്മൾ നിൽക്കരുത്. 2 സ്ഥലത്ത് ഞാൻ CV എടുത്ത് ഇറങ്ങിയെന്നുണ്ടെങ്കിലും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ ഞാൻ ആ ജോലിയെല്ലാം ഞാൻ നിരസിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിനെസ് തരുന്ന എൻ്റെ സ്കില്ല് ഡെവലപ്പ് ആവുന്ന ഒരു സ്ഥലത്ത് തന്നെ പോയി ഞാൻ ജോയിൻ ചെയ്തു. ഇതിനിടയ്ക്ക് എൻ്റെ ജിമ്മെല്ലാം ഞാൻ കറക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. മാനസികമായിട്ട് നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജിമ്മിൽ പോയാൽ മാത്രം മതി. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത്. ചെറിയ റിസൾട്ടുകൾ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായി. ഇതാണ് കരച്ചിൽ നാടകം. നിങ്ങൾ എന്താ വിചാരിച്ചേ ഈ ഇയർ ഞാൻ കരഞ്ഞിട്ടില്ലാന്നോ? മാസത്തിലൊരു 25 തവണ ഞാൻ കരയാണ്ടിരുന്നിട്ടുണ്ടാവില്ല. വിഷമം ഉണ്ടെങ്കിലും നമ്മളെ ചുങ്കുടുകൊട്ടപ്പനെടുത്തൊരു യാത്ര ഞാൻ പോകാറുണ്ട്. എന്നെ മാത്രം ഫോക്കസ് ചെയ്യാൻ ഞാൻ കൂടുതൽ ശ്രമിച്ചു. അടുത്ത വർഷം കുറേ സമാധാനം, കുറേ പൈസയും കയ്യിലുണ്ടാവട്ടെ. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കുറേ പൈസയും സമാധാനമൊക്കെ നിങ്ങളുടെ കയ്യിലും വരട്ടെ.